ആരോഗ്യം അമൂല്യം. നവജാത ശിശു സംരക്ഷണം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കൊണ്ടോട്ടി മേഴ്സി ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ആയിഷ ഫെബിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നവജാത ശിശു സംരക്ഷണത്തെക്കുറിച്ചാണ്. കുഞ്ഞ് ജനിച്ചതു മുതൽ 28 ദിവസം വരെയാണ് ന്യൂബോൺ പീരീഡ് അല്ലെങ്കിൽ നവജാത ശിശു എന്ന് നമ്മൾ പറയുന്നത്. 37 ആഴ്ച പൂർത്തിയായതു മുതൽ 40 ആഴ്ചയ്ക്കിടയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ടേം ബേബി അഥവാ മാസം തികഞ്ഞ് പ്രസവിച്ച കുഞ്ഞ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനിക്കുന്ന ശരാശരി കുഞ്ഞുങ്ങളുടെ ഭാരം 2.5 മുതൽ 4 കിലോ വരെയാണ്. 2.5 കിലോയിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് എന്ന് പറയുന്നു. നവജാത ശിശുക്കളെ ഏറെ ശ്രദ്ധയോടെ വേണം പരിപാലിക്കാൻ. 2.5 കിലോയിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തൊപ്പി, സോക്സ്, ദേഹം മുഴുവൻ കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ എന്നിവ വേണം ഇട്ടുകൊടുക്കാൻ. ഇതിനു പുറമെ ഒരു ടർക്കി കൊണ്ട് കുഞ്ഞിനെ മുഴുവനായി പുതപ്പിക്കേണ്ടതാണ്. കോട്ടൺ വസ്ത്രങ്ങൾ വേണം കുഞ്ഞിന് ഉപയോഗിക്കാൻ. 2.5 കിലോ ആയതിനു ശേഷം വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാവുന്നതാണ്. അതുവരെ വൃത്തിയുള്ള തുണി കൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ ദേഹം തുടച്ചെടുക്കാവുന്നതാണ്. ഫാനിൻ്റെയോ AC-യുടെയോ താഴെ കുഞ്ഞിനെ ഡയറക്റ്റായി കിടത്താതിരിക്കുന്നതാണ് ഉത്തമം. ബേബി പൗഡർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. പൊക്കിൾ കൊടി വീഴാൻ 10 മുതൽ 12 ദിവസം വരെ എടുക്കും. ആ ഭാഗം തുടച്ച് വൃത്തിയായി സൂക്ഷിച്ചാൽ മതി. പൊക്കിൾ കൊടിയിൽ പഴുപ്പോ ബ്ലീഡിങ്ങോ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഉടൻ തന്നെ കാണേണ്ടതാണ്. കുഞ്ഞിനെ പരിപാലിക്കാൻ പരമാവധി 2 പേർ മാത്രം ഉള്ളതാണ് ഉത്തമം. ഇതിൽ ഒന്ന് കുഞ്ഞിൻ്റെ അമ്മയാകണം. കൈകൾ വൃത്തിയായി കഴുകി മാറിടം തുടച്ചിട്ട് വേണം കുഞ്ഞിനെ മുലയൂട്ടാൻ. 2-3 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിനെ മുലയൂട്ടേണ്ടതാണ്. തുടർന്ന് തോളത്തിട്ട് തട്ടി ഗ്യാസ് പോയതിനു ശേഷം കുഞ്ഞിൻ്റെ തലഭാഗം ഉയർത്തിവെച്ച് കിടത്തേണ്ടതാണ്. പാലായിട്ടോ തൈരായിട്ടോ കുറച്ച് പാൽ തികട്ടുന്നത് നോർമൽ ആണ്. 6 മുതൽ 8 പ്രാവശ്യം വരെ മൂത്രം പോകുന്നതും ഓരോ പ്രാവശ്യം പാൽ കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് 1.5 മുതൽ 2 മണിക്കൂർ വരെ ഉറങ്ങുന്നതും ആവശ്യത്തിന് പാൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. 6 മാസം പൂർത്തിയാകുന്നതുവരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമാണ് നൽകേണ്ടത്. ജനിക്കുമ്പോൾ BCG OPV എന്ന വാക്സിൻ, തുടർന്ന് 6, 10, 14 ആഴ്ചകളിലെ കുത്തിവയ്പ് എന്നിവ കൃത്യമായി എടുക്കേണ്ടതാണ്. ആദ്യത്തെ 3 ദിവസങ്ങളിൽ ചുവന്ന തരി തരിയായി ദേഹത്ത് പാടുകൾ കാണാറുണ്ട്. ഇതിനെ എറിത്തീമ ടോക്സിക്കം എന്ന് വിളിക്കുന്നു. ഇത് നോർമലായി കാണുന്നതാണ്. ഇതുപോലെ തന്നെ മൂക്കിൻ്റെ അറ്റത്ത് കാണുന്ന വെള്ള തരിതരിയായ പാടുകളും മാഞ്ഞു പോകുന്നതാണ്. കണ്ണിലോ മുഖത്തോ കാണുന്ന മഞ്ഞ നോർമലാണ്. എന്നാൽ കാൽഭാഗത്തേക്കോ കൈപ്പത്തിയിലോ ആയി മഞ്ഞ കൂടി വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. പെൺകുട്ടികളിൽ ആദ്യത്തെ ഒരാഴ്ച കാണുന്ന ചെറിയ വെള്ളപ്പോക്കും ബ്ലീഡിങ്ങും നോർമൽ ആണ്. ഇത് അമ്മയിൽ നിന്നുമുള്ള ഹോർമോൺ വിത്ഡ്രോവൽ കൊണ്ട് വരുന്നതാണ്. കുഞ്ഞുങ്ങൾ പകൽ സമയം ഉറങ്ങുകയും രാത്രി ഉണർന്നിരിക്കുകയും ചെയ്യാനാണ് താല്പര്യം കാണിക്കുന്നത്. അതിനാൽ അമ്മയും പകൽ സമയം വിശ്രമിച്ച് രാത്രി പാൽ കൊടുക്കാൻ തയ്യാറായിരിക്കേണ്ടതാണ്. കുട്ടികളിലെ പനി, പാൽ നിർത്തി കുടിക്കുന്നത്, കൈകളും കാലുകളും തണുത്തു പോകുന്നത്, നീല കളറാകുന്നത് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. 3 മണിക്കൂറിൽ കൂടുതൽ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നതും നിർത്താതെയുള്ള കുഞ്ഞിൻ്റെ കരച്ചിലും പാൽ കുടിക്കാൻ മടി കാണിക്കുന്നതും അണുബാധയുടെ ലക്ഷണങ്ങളാണ്. കുഞ്ഞിനെ പരിപാലിക്കുന്നവർ വ്യക്തിശുചിത്വം ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയ്ക്ക് ചുമയോ പനിയോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുകയും 2 മാസ്ക് ഉപയോഗിച്ച് തല തിരിച്ചുവെച്ച് കുഞ്ഞിനെ മുലയൂട്ടേണ്ടതാണ്. 4 മുതൽ 5 ദിവസം വരെ മലം പോകാത്തതും 3 പ്രാവശ്യത്തിൽ കൂടുതൽ മലം ഇളകിപ്പോകുന്നതും നോർമൽ ആണ്. കണ്ണിൽ പീളകെട്ടൽ കാണുന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള തുണി നനച്ച് കണ്ണിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കായി തുടച്ചെടുക്കേണ്ടതാണ്. തുടർന്ന് ഐ ഡ്രോപ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുഞ്ഞ് ജനിച്ചതു മുതൽ 1 വയസ്സ് വരെ വൈറ്റമിൻ D3 എന്ന തുള്ളി മരുന്ന് നിർബന്ധമായും കുഞ്ഞിന് കൊടുക്കേണ്ടതാണ്. ഇത് കുഞ്ഞിന്റെ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്. നവജാത ശിശു സംരക്ഷണം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആയിഷ ഫെബിൻ.